inclination. 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 എന്താണ് ഇൻക്ലിനേഷൻ അറിയോ? നോക്കിയോ. അതായത് ഇപ്പൊ ഇങ്ങനെ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേ, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് അല്ലേ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈനിന്റെ ആംഗിൾ നമ്മൾ എവിടെ നിന്നായിരിക്കും കണ്ടുപിടിക്കുന്നത്? വേണ്ട, ഇവിടെ ഒന്ന് ഇങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, അതായത് എക്സ് ആക്സിസുമായിട്ട് ആ വര മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ ഇൻക്ലിനേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കണമെങ്കിൽ ആ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് എടുക്കണമെങ്കിലോ ഇത് ഇൻക്ലിനേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ ഡയറക്ഷൻ ഒരു ചരിഞ്ഞ് കിടക്കുന്ന ഒരു ലൈനിന്റെ ആംഗിൾ എടുക്കുമ്പോൾ ഈ ആംഗിൾ ആണ്, ഇങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും, അതേപോലെ ഇങ്ങോട്ട്, അതായത് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കണമെങ്കിൽ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റ ആണ് ഇവിടുത്തെ ഇൻക്ലിനേഷൻ. ഈ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി സ്ലോപ്പ് ഓർ ഗ്രേഡിയന്റ് എന്നൊരു ഹെഡിങ് ഉണ്ട്. ഇത് ഇന്നും വലിയായിട്ട് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ ഇലാബറേറ്റ് ആയിട്ടെല്ലാം തന്നിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. സ്ലോപ്പ് ഓർ ഗ്രേഡിയന്റ് എന്ന് പറയും. ഗ്രേഡിയന്റ് എന്താണ്? ഈ സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ചരിവ്. അപ്പം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ, ഇതിലെ ചരിവ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ലൈൻ. അപ്പം ഈ ലൈനിന്റെ ചരിവ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ് ആക്സിസുമായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റ. ഓക്കെ ആണല്ലോ? ഞാൻ ഈ ഹൈറ്റും എനിക്കറിയാം എന്ന് വിചാരിച്ചു. ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ. അപ്പൊ എനിക്ക് ഈ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി, തീറ്റ ആണല്ലോ സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ല സോറി, സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ചരിവാണ്. ഈ ചരിവ് കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് ചെയ്താണെന്ന് അറിയാമല്ലോ? ഈ ടാൻ തീറ്റ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ, ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ആ സ്ലോപ്പ്, ആ ലൈൻ എക്സ് ആക്സിസുമായിട്ടോ അല്ലെ വൈ, നോർമലി നമുക്ക് എക്സ് ആക്സിസുമായിട്ടാണ്, എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇങ്ങനെ, ഇതാണ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ എന്താണ്? അഡ്ജസന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് നമ്മുടെ അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമുക്ക് ഏതൊരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിലും അവിടെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ സ്ലോപ്പ്. എപ്പോഴും ഓർത്തോണം. ഓക്കെ ആണല്ലോ? ഇനി ഈ ടാൻ തീറ്റയെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കൂടെ കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഈക്വൽ എന്താ പറഞ്ഞേ? ടാൻ തീറ്റ എന്നാ പറയുന്നത് അല്ലേ? ടാൻ തീറ്റയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. പക്ഷെ ഇതിന്റെ കോർഡിനേറ്റ് നോക്കൂ. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് x1ഉം അല്ല x2ഉം y2 ആയിരിക്കണം. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് x1ഉം y1ഉം ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ആംഗിൾ തന്നിട്ടുണ്ടോ നോക്കുക. ആ ലൈന്റെയും എക്സ് ആക്സിസിന്റെ ഇടയിൽ ആംഗിൾ തന്നിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ഇനി തീറ്റ തന്നിട്ടില്ല, പകരം ആ സ്ലോപ്പിന്റെ രണ്ടറ്റത്തെ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാവും, y2 മൈനസ് y ഡിവൈഡ് ബൈ x2 മൈനസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഈ ഗ്രാഫ് ഒരു ഡോട്ട് ഇട്ട്, ഈ ഗ്രാഫ് ഈസ് ലൈക്ക് ഇങ്ങനെ ഒരു ചെറിയ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ഈസ് ലൈക്ക് ഇങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. ഗ്രാഫ് മുകളിലോട്ടാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ്. ഇനിയും ഈ ഗ്രാഫ് ഈസ് ലൈക്ക് ഇങ്ങനെ, ഗ്രാഫ് ഈസ് ലൈക്ക് ഇങ്ങനെയാണെങ്കിൽ, ഗ്രാഫ് ഈസ് ലൈക്ക് ഇങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് എന്തായിരിക്കും?
സ്ലോപ്പ് ഈസ് നെഗറ്റീവ്. ഇനി ഈ ഗ്രാഫ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഈസ് ലൈക്ക് then ഇങ്ങനെയാണെങ്കിലോ, ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ ഇവിടെ ചരിവുണ്ടോ, സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. എന്താ? സ്ലോപ്പ് ഈസ് 0 ആയിരിക്കും. ഇനി വേറൊരു ഗ്രാഫ് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇതിനകത്ത് കണ്ടില്ല ഞാൻ നോക്കിയിട്ട്. ഇഫ് ഗ്രാഫ് ഈസ് ലൈക്ക് then ഇങ്ങനെ പോകുന്നു, പക്ഷെ ആ സ്ലോപ്പ് then ഇങ്ങനെയാണെങ്കിൽ ഇതിനും സ്ലോപ്പ് ഇല്ലല്ലോ. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും y ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന സ്ലോപ്പാണ് പറയുന്നത്, പക്ഷെ ഇത് y ആക്സിസുമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത്. സ്ലോപ്പ് ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, അടുത്തൊരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഇഫ് ടു ലൈൻസ് ഹാവിങ് നിങ്ങളെ M1 M2 വെച്ചിട്ടാണോ പഠിപ്പിച്ചത്, M ഡാഷ് വെച്ചിട്ടാണോ പഠിപ്പിച്ചത്? M1 M2. ഓക്കെ. ഇഫ് ടു ലൈൻസ് ഹാവിങ് സ്ലോപ്സ് M1 and M2 and also are parallel then M1 is equal to എന്തായിരിക്കും? M2 ആയിരിക്കും. രണ്ടിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, അതിനർത്ഥം ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇവന്റെ അതേ സ്ലോപ്പ് തന്നെയല്ലേ ഇവന്റെ അതേ സ്ലോപ്പ് ആണോ? If two lines having slopes M1 and M2 and also are perpendicular then M1 into M2 is equal to -1. ഓക്കെ ആണോ? തെറ്റാണോ? അതേപോലെ തന്നെ അടുത്തത്, ഇത് ഓൺലൈൻ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? സന നിരഞ്ജൻ, ദേവനാരായൺ, ആരോൺ. ഓക്കെ, ശരി. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ, ഇന്റർസെപ്റ്റ് on the axis. Intercept on the axis. Intercept on the axis എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പം ഞാൻ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇതാണ് ഗ്രാഫ്. ഇത് പോസിറ്റീവ് എക്സ്, നെഗറ്റീവ് എക്സ്, പോസിറ്റീവ് വൈ, നെഗറ്റീവ് വൈ. ഇത് ഒറിജിൻ ആണല്ലോ. ഇത്രയൊക്കെ ആണല്ലോ അല്ലേ? ഞാൻ ഒരു ഗ്രാഫ്, ഇത് ഇങ്ങനൊരു ഗ്രാഫാണ്. ഓക്കെ, ഈ ഗ്രാഫ് ഇത്ര, എനിക്ക് കോർഡിനേറ്റ് ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഗ്രാഫ് നോക്കി, y ആക്സിസിൽ കട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലല്ലേ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ y ഒറിജിനിൽ നിന്ന് ആ വൈയുടെ ഇത്രയും ഡിസ്റ്റൻസിലല്ലേ ആ പോയിന്റ് ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് y. അതേപോലെ തന്നെ വേറൊരു ഗ്രാഫ് നോക്കിയേ, ഈ ഒരു ഗ്രാഫ് നോക്കിയേ. ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് എക്സ്,
ഇത് പോസിറ്റീവ് y, ഇത് നെഗറ്റീവ് y. ഓക്കെ, ഓക്കെ. വേറൊരു ഗ്രാഫ് വേണമെങ്കിൽ ഇവിടെ ഈ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ വരയ്ക്കാം. ഞാൻ വേറൊരെണ്ണം വരയ്ക്കാം. നോക്കിയേ, ഒരു ഗ്രാഫ് വേണ്ട ഇങ്ങനെ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഗ്രാഫിനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത് വേണ്ട എക്സ് ആക്സിസ് ഞാൻ ഇവിടെ. അതിനർത്ഥം ഈ ഒറിജിനിൽ നിന്ന് ഈ എക്സ് ആക്സിസ് വരെയുള്ള ദൂരം വേണ്ട ഇത്രയല്ലേ? ആ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ഇന്റർസെപ്റ്റ് ഒന്നുമില്ല, ഒരു ഗ്രാഫ് y ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് y ഇന്റർസെപ്റ്റ് എന്നും, ഒരു ഗ്രാഫ് x ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റിനെ അതിന്റെ ഒറിജിനിൽ നിന്നുള്ള ദൂരത്തിനെയാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്നും പറയുന്നത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അടുത്ത സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് എഴുതിയോ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ഇക്വേഷന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് അറിയാം, y ഇന്റർസെപ്റ്റും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോമിനെയാണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ സ്ലോപ്പും y ഇന്റർസെപ്റ്റും നിങ്ങൾക്ക് അറിയണം. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ അതിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന് അറിയാമോ? y ഈസ് ഈക്വൽ ടു mx പ്ലസ് cmh. ഓക്കെ, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിലെ y കോർഡിനേറ്റിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ നിങ്ങൾ ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് ആ ഗ്രാഫിനെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയോ, ഇത് നിങ്ങൾ വരയ്ക്കണം. ഈ ലൈനിന്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കി, ഈ ലൈനിനെ ഞാൻ y ആക്സിസ് ഇങ്ങനെ ഉണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവാം. ഇത്ര വരയ്ക്കുന്നു. അപ്പം ഈ ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിരിക്കുക. അതായത് ഈ ഒരു പോയിന്റ് എടുത്തിരിക്കുക. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടോ, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, y കോർഡിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അതാണ്. അപ്പം അതാണ് ഞാൻ എഴുതുന്നത്. y എന്ന് പറഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റും അതേപോലെ തന്നെ ഈ എക്സ് എന്ന് പറയുന്നത് അതിന്റെ എക്സ് കോർഡിനേറ്റ്, അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്. ഓക്കെ, എക്സ് കോർഡിനേറ്റും ആയിരിക്കും. എം എന്താ? എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിരിക്കും കേട്ടോ. അത് ഇതിന്റെ ചരി സ്ലോപ്പ്. അപ്പൊ ഈ സി എന്താണെന്നറിയാമോ? സി എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് y ആക്സിസിൽ കട്ട് ചെയ്ത ഈ പോയിന്റ്, y ആക്സിസിൽ കട്ട് ചെയ്ത ആ പോയിന്റ് നമ്മൾ എന്താ പറയാ? y ഇന്റർസെപ്റ്റ് എന്നാ പറയാ അല്ലേ? അപ്പം ആ സി എന്ന് പറയുന്നത് അവിടുത്തെ y ഇന്റർസെപ്റ്റ് ആയിരിക്കും. സി എന്ന് പറയുന്നത് അവിടുത്തെ y ഇന്റർസെപ്റ്റ് ആയിരിക്കും. അതാ നിങ്ങളോട് പറയുന്നത് സ്ലോപ്പും y ഇന്റർസെപ്റ്റും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഐഡിയ കിട്ടിയോ? അപ്പം നിങ്ങൾ ഇതിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂ ഇടത്തില്ല നിങ്ങൾ. അതായത് ഇതിന്റെ വാല്യൂ ഇടത്തില്ല, ഇതിന്റെ വാല്യൂ അത് y x ആയിട്ട് തന്നെ ഇടാം. കാരണം ഏത് കോർഡിനേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. എമ്മിനും എന്താണ് സിക്കും മാത്രം എന്ത് ചെയ്യും? വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ എം കണ്ടുപിടിക്കുന്നത് ഒന്നെങ്കിൽ മറ്റേ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലെങ്കിൽ സ്ലോപ്പിന് മറ്റേ ടാൻ വെച്ചിട്ടോ വല്ലതും ആയിരിക്കും. നമുക്കത് ചെയ്യാം എന്തായാലും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് സ്ലോപ്പ് പോയിന്റ് ഫോം. സ്ലോപ്പ് പോയിന്റ് ഫോം. സ്ലോപ്പ് പോയിന്റ് ഫോം.
സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇക്വേഷൻ ഓഫ് ലൈൻ തന്നെയാണ്, പക്ഷെ വേറൊരു രീതി. അതായത് ഇപ്പം ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ്, ഗ്രാഫ് ഇതാണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ അതേലെ ഒരു പോയിന്റ് ഞാൻ എടുക്കുന്നു, ഒരു പോയിന്റ് ഈ പി എന്ന് പറയുന്നത് ഇതിന്റെ കോർഡിനേറ്റ് എക്സും വൈയും. വേറൊരു പോയിന്റ് എടുക്കുന്നു, അതിന്റെ കോർഡിനേറ്റ് എ ആണ്, അത് എ എന്ന് എടുത്തിട്ട് അതിന്റെ കോർഡിനേറ്റ് x1 ഉം y1 ഉം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് വെച്ചിട്ട് ഇതിന്റെ ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാനുള്ളതാണ് സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിയാമോ? y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പൊ ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ, സ്ലോപ്പ് പോയിന്റ് ഫോം. ഓക്കെ, എന്നാൽ 2 പോയിന്റ് ഫോം എന്ന് പറയും. അപ്പൊ അവിടെ എന്ത് വരും? അവിടെ 2 പോയിന്റ് വരും. 2 പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം. അതിന്റെ പ്രത്യേകത എന്താ? 2 പോയിന്റ് ഫോമിൽ ഗ്രാഫ് എങ്ങനെ വരും? ഇതുണ്ട്, ഈ പോയിന്റ് 2 പോയിന്റ് കാണും. ഇത് എയും എയുടേത് x1 y1 ആയിട്ട് എടുക്കാം, ബി യുടേത് എന്താ x2 y2 ആയിട്ട് എടുക്കാം. പിന്നെ ഒരു പോയിന്റ് പി എക്സും വൈയും ജനറൽ ആയിട്ട് വരും. ഓക്കെ, അപ്പം എന്താ ഇവിടെ എന്തെന്ന് എടുക്കാൻ അറിയോ? ഇവിടെ തന്നെ ഇങ്ങനെ എടുക്കുന്നത് y2 മൈനസ് അല്ല ഇത് ചെയ്യാൻ വേണ്ടി തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. y മൈനസ് y1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ശരിക്കും ഇതെന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താ? m തന്നെയാണ് കേട്ടോ. അപ്പം ഇതായിരിക്കും അതിന്റെ ഫൈനൽ ഇക്വേഷൻ. ചാപ്റ്ററിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൺസെപ്റ്റേ പഠിക്കാനുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ എല്ലാ സെഷനിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യിക്കാമേ, നമുക്ക് ടോപ്പിക്സ് പെട്ടെന്ന് തീർക്കണം. അതേപോലെ തന്നെ ഞാൻ ക്ലാസ് വെക്കാത്ത ഇനി സൺഡേ മാത്രമേ ഉള്ളൂ. സൺഡേ കൂടെ ഓൺലൈൻ ക്ലാസ് എനിക്ക് സമയമുള്ള ദിവസമാണെങ്കിൽ നിങ്ങളൊന്ന് റെഡി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ സൺഡേസും കൂടെ ഞാൻ മാത്സ് സൺഡേസിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. സൺഡേസ് വേറെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഈ മാത്സ് 11 ചാപ്റ്ററേ ആയിട്ടുള്ളൂ, ഇനി 11 ചാപ്റ്റർ കൂടെ കിടക്കും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഈ മാസം മാക്സിമം ഒരു 3 ചാപ്റ്റർ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 8 ഉള്ളൂ. അപ്പോൾ അത് അടുത്ത 2 മാസം കൊണ്ട് തീരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പുറകിലായിപ്പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നോക്കിയോ, ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, എഴുതിക്കോളൂ. ഇവിടെ തൊട്ട് എഴുതിക്കോ.